കൊച്ചിയിൽ പുകമഞ്ഞ് പ്രതിഭാസം എന്നാണ് നേരത്തെ നമ്മുടെ വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്ത് വായുമലിനീകരണത്തിന്റെ തോത് വർദ്ധിച്ചതാണ് അതിന് കാരണമെന്ന് വിദഗ്ധർ പറയുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ്. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന ഡൽഹിയിലൊക്കെ കാണിക്കുന്ന ലക്ഷണം പണ്ട് ലണ്ടനിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ കണ്ടിരുന്നതാണ്. ഈ സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് മലിനീകരണമാണ് വിഷയം. സ്മോഗ്. വിഷ്ണു, ഇന്ന് പക്ഷെ കുറച്ച് കടുപ്പോ, ഇന്നലത്തെ പോലൊന്നും അല്ല. ഇന്ന് രാവിലെ ഇതെന്തൊരു എന്താ സംഭവം എന്ന് പിടികിട്ടാത്ത മട്ടിലുള്ള മഞ്ഞായിരുന്നു രാവിലെ. ഹാഷ്മി, കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിഭാസമുണ്ടെങ്കിലും കഴിഞ്ഞ 3 ദിവസമാണ് ഇതിന്റെ ഒരു തീവ്രത വർദ്ധിച്ചത്. ഇന്ന് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ ഒരു 8-9 മണിയോട് അടുക്കുമ്പോഴും പല മേഖലകളിലും ഇപ്പോഴും ഈ പ്രതിഭാസം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ആ ദൃശ്യം കാണിക്കുന്നത് അത് തൈക്കൂടം മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യം തുടരുന്നുണ്ട്. വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് അത് മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ ഈ തെക്കൻ കേരളത്തിലുമൊക്കെ താപനില കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ താപനില കുറഞ്ഞത്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അത് മഞ്ഞ് രൂപപ്പെടുന്നതിനോടൊപ്പം തന്നെ വായുമലിനീകരണവും കൊച്ചിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിലടക്കം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ പുകമഞ്ഞ് എന്ന് പൂർണ്ണമായും വിളിക്കാൻ പറ്റില്ലെങ്കിലും അതിനോട് സാമ്യമുള്ള രീതിയിൽ ഇത്തരത്തിലൊരു പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ പുകമഞ്ഞിന്റെ ഒരു നിറം എന്ന് പറഞ്ഞാൽ പിങ്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറാണ്. അത് ഈ നൈട്രജന്റെ അളവൊക്കെ കൂടി വരുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു പൂർണ്ണ തോതിലേക്ക് പുകമഞ്ഞ് പ്രതിഭാസം എന്ന് പൂർണ്ണമായി വിളിക്കാവുന്ന രീതിയിലേക്ക് എത്തുക. നിലവിൽ അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നിലവിൽ കാണുന്നത് ഈ പ്രശ്നം ഇത് വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം തന്നെയെന്ന് വിദഗ്ധർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ വായുമലിനീകരണ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ അത് 170 ആണ്. അത് അതീവ കൂടുതലാണ് അത് എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. പക്ഷേ പ്രായമായ ആളുകളടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്നത് അത് ഗുണകരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ, പ്രത്യേകിച്ച് ഏലൂര്, കളമശ്ശേരി പോലുള്ള മേഖലകളിലെ ആളുകൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. അവർ പൂർണ്ണ സമയങ്ങളിലും മാസ്കിലേക്കൊക്കെ മാറേണ്ട സാഹചര്യമുണ്ട് എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.